നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അമാവാസി ദിനത്തിൽ ജനിക്കുന്ന ആൾക്കാർക്കുള്ള പ്രത്യേകമായ ഫലം. അമാവാസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂമിയിലെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിന് വളരെ പ്രാധാന്യവും നമുക്ക് കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിതൃക്കളുമായിട്ട് ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അമാവാസിക്ക് എപ്പോഴും നമ്മളെല്ലാവരും തന്നെ വലിയ പ്രസക്തി കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും സ്നേഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ചാനലിലേക്ക് സ്വാഗതം പറയുന്നതോടൊപ്പം തന്നെ എല്ലാവരും തീർച്ചയായും ഈ വീഡിയോ കാണുകയും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും നൽകി സഹകരിക്കുകയും ചെയ്യണമെന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. ജ്യോതിഷം എന്നത് ഇരുട്ടിലെ വെളിച്ചമാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അമാവാസി ദിവസം ജനിക്കുന്നത് അത്ര നല്ലതല്ല എന്ന്. അമാവാസിയിൽ ജനിച്ചാൽ കള്ളനാകുമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാഗ്യം കുറയുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പലരും പഴയ ആളുകൾ പലപ്പോഴും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? സൂര്യനും ചന്ദ്രനും ഒന്നിച്ചു ചേരുന്ന ഈ പുണ്യദിനത്തിൽ ജനിച്ചവർ ലോകപ്രശസ്തരായ ചിന്തകരും നേതാക്കളുമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നിങ്ങളുടെ ജന്മം അമാവാസിയിലാണോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ, സാമ്പത്തിക, പ്രണയം, വിവാഹം, ജോലി എന്നിവയിൽ ഈ ജന്മം എങ്ങനെ സ്വാധീനം ചെലുത്തുന്നുവെന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാവുന്ന ചില സത്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ആത്മീയവും മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ സൂര്യൻ പിതാവിനെയും ചന്ദ്രൻ മാതാവിനെയും പ്രതിനിധീകരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ജ്യോതിഷത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത്. സൂര്യൻ ആത്മബലവും ചന്ദ്രൻ മനഃശക്തിയുമാണ്. അമാവാസിയിൽ ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് ആത്മാവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ്. ഇവർ പുറമേ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉള്ളിൽ സംസാരിക്കുന്നവരാണ്. ചിന്താശേഷി ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. ഒരു ചെറിയ കാര്യത്തെപ്പോലും ആഴത്തിൽ വിശകലനം ചെയ്യാൻ ഇവർക്കൊരു പ്രത്യേകമായ കഴിവുണ്ട്. എല്ലാ കാര്യത്തിൽ ഒരു രഹസ്യ സ്വഭാവം ഇവർ സൂക്ഷിക്കാറുണ്ട്. സ്വന്തം പദ്ധതികൾ വിജയിക്കുന്നവരെ അത് പുറത്തു പറയാൻ ഇവർ ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും ഇവരെ രഹസ്യ സ്വഭാവക്കാർ എന്ന് വിളിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ അമാവാസി ജാതർക്ക് പ്രത്യേകമായൊരു രീതിയുണ്ട്. ഇവർക്ക് പെട്ടെന്ന് ലോട്ടറി അടിക്കുന്നത് പോലെയുള്ള ഭാഗ്യങ്ങൾ കുറവായിരിക്കും. പക്ഷേ സ്വപ്രയത്നത്താൽ ഇവർ വലിയ സമ്പത്ത് കെട്ടിപ്പടുക്കുമെന്ന് കാണുന്നുണ്ട്. അതിൽ തന്നെ ഭൂമി, സ്വർണം എന്നിവയിൽ നിക്ഷേപിക്കാൻ ഇവർക്ക് പ്രത്യേകമായൊരു താല്പര്യവും ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. പ്രതിസന്ധിയെപ്പറ്റി പറയുമ്പോൾ ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ ഏകദേശം 28 വയസ്സ് വരെ സാമ്പത്തികമായ ഞെരുക്കം ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 32 വയസ്സ് കഴിയുന്നതോടെ ഇവരുടെ സാമ്പത്തിക നില ഭദ്രമാകുമെന്നും കാണുന്നുണ്ട് കേട്ടോ. മറ്റുള്ളവർക്ക് പണം കൊടുക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അത് തിരികെ കിട്ടാൻ വലിയ പ്രയാസമുണ്ടാകുമെന്നാണ് പറയുന്നത്. തൊഴിൽ മേഖലയിൽ നിങ്ങൾ എവിടെ തിളങ്ങും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമാവാസിയിൽ ജനിച്ചവർക്ക് ഏതൊരു കാര്യത്തിൻ്റെയും ഉള്ളുകളികൾ കണ്ടെത്താൻ കഴിവുണ്ട്. ഗവേഷണം, ശാസ്ത്രം, സയൻറ്റിസ്റ്റുകൾ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ, ഡിറ്റക്റ്റീവുകൾ എന്നിവർ ഈ ഗണത്തിൽ വരാം. ഗവേഷണം, ശാസ്ത്രം ഈ മേഖലയിലൊക്കെ തന്നെ ഇവരുടെ സ്വാധീനം വ്യാപകമായി ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. കലാമേഖലയിലാണെങ്കിൽ സിനിമ, എഴുത്ത്, ചിത്രരചന എന്നീ മേഖലയിൽ വലിയ സ്വാധീനം ഇവർക്കുണ്ടാകുമെന്നും കാണുന്നുണ്ട്. സ്വന്തമായി ഒരു ഇരിപ്പിടം അല്ലെങ്കിൽ സ്വന്തമായൊരു സ്ഥാനം തന്നെ ആ രംഗത്ത് ഇവർക്കുണ്ടാകും. ഒറ്റയ്ക്ക് ചെയ്യുന്ന ബിസിനസ്സുകളേക്കാൾ പങ്കാളിത്ത ബിസിനസ്സുകൾ ഇവർ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. തങ്ങളുടെ ടീമിനെ, അതേത് ടീമുമായിക്കോട്ടെ, അവർ നിശബ്ദമായി നയിക്കാൻ തന്നെ ഒരു പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട്. ബന്ധങ്ങളുടെ കാര്യത്തിൽ ഇവർ അല്പം സെൻസിറ്റീവാണ്. വിവാഹ ജീവിതമാണെങ്കിൽ വൈകിയുള്ള വിവാഹമാണ് ഇവർക്കുണ്ടാകുക. ഇവർക്കത് ഗുണകരവുമായിരിക്കും. പങ്കാളിയെ അമിതമായി സ്നേഹിക്കുമെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ ഇവർക്ക് മടിയായിരിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇത് പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകൾക്കും കാരണമായേക്കാമെന്ന് കാണുന്നുണ്ട്. സുഹൃത്തുക്കൾ കുറവായിരിക്കും, പക്ഷേ ഉള്ളവർ ജീവനതുല്യം ഇവരെ സ്നേഹിക്കും എന്നുള്ളതാണ് വസ്തുത. മക്കളോട് വളരെ അടുപ്പവും ജീവിത സൗഹൃദവും പുലർത്തുന്നവരായിരിക്കും. മക്കളുടെ വിദ്യാഭ്യാസത്തിനും സ്വഭാവ രൂപീകരണത്തിനും ഇവർ വലിയ പങ്ക് വഹിക്കുമെന്ന് കാണുന്നുണ്ട്. അമാവാസി ജാതരുടെ കുട്ടികൾ സാധാരണയായി ബുദ്ധിമാന്മാരായി കാണപ്പെടുന്നുണ്ട്. പഠനകാര്യത്തിൽ ഇവർ വിട്ടുവീഴ്ചയില്ലാത്തവരാണ്. സാധാരണ വിഷയങ്ങളെക്കാൾ നിഗൂഢമായ വിഷയങ്ങളോ ചരിത്രമോ മനഃശാസ്ത്രമോ പഠിക്കാൻ ഇവർക്ക് താല്പര്യം കൂടുമെന്ന് കാണുന്നുണ്ട്. ഏകാഗ്രത കുറയുന്ന സമയങ്ങളിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഇവർക്ക് പഠനത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഈ അമാവാസി നാളിൽ ജനിച്ചാൽ പ്രയോജനമുണ്ടാകുക എന്നുള്ളതിനെ കുറിച്ചാണ്.
അമാവാസിയിൽ ജനിക്കുമ്പോൾ ചില നക്ഷത്രങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുമെന്ന് കാണുന്നുണ്ട്. മികച്ച ഫലം നൽകുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് രോഹിണി, അത്തം, തിരുവോണം ഇവയാണ്. ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളായ ഇവയിലും അമാവാസി വരുന്നത് മാനസികമായ ശക്തി വർദ്ധിപ്പിക്കും എന്ന് കാണുന്നുണ്ട്. ഇവർക്ക് നല്ലൊരു കുടുംബജീവിതം ലഭിക്കും. അശ്വതി, മകം, മൂലം ഇവർക്ക് ആത്മീയമായ ഉന്നതിയും സമൂഹത്തിൽ അംഗീകാരവും ലഭിക്കുമെന്ന് കാണുന്നുണ്ട്. ജാഗ്രതയോടെ ഇരിക്കേണ്ട നക്ഷത്രക്കാരെന്ന് പറയുന്നത് ആയില്യം, തൃക്കേട്ട, രേവതി എന്നിവയാണ്. ബുധൻ്റെ നക്ഷത്രങ്ങളായതുകൊണ്ട് തന്നെ ഇവർക്ക് ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും ടെൻഷൻ അടിക്കുന്ന സ്വഭാവമായിരിക്കും ഇവർക്ക്. അതുപോലെ തന്നെ ഭരണി, പൂരം, പൂരാടം ഇവർക്ക് ആഡംബരത്തിലുള്ള അമിതമായ താല്പര്യവും കടബാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിനാൽ സാമ്പത്തിക അച്ചടക്കം കൃത്യമായി പാലിക്കാൻ ഈ നക്ഷത്രക്കാർ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അമാവാസി ജനനം അതൊരു ദോഷകരമായ കാര്യമല്ല. അതൊരു പ്രത്യേകമായ ഊർജത്തെ നൽകുന്ന ഒരു സംഭവമാണ്. ആ ഊർജത്തെ പോസിറ്റീവായി ഉപയോഗിക്കാൻ ഇതാ ചില ലളിതമായ വഴികൾ നമ്മൾ പറയുകയാണ്. തിങ്കളാഴ്ച വ്രതം മനസ്സിനെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. ശിവക്ഷേത്ര ദർശനം, അത് ചന്ദ്രനെ തലയിൽ കൂടിയ ഭഗവാൻ ശിവനെ ആരാധിക്കുന്ന നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രൻ്റെ ബലക്കുറവ് മാറ്റിയെടുക്കും. പാവപ്പെട്ടവർക്ക് വെള്ളയോ മഞ്ഞയോ നിറത്തിലുള്ള വസ്ത്രങ്ങളോ ഭക്ഷണമോ നൽകുന്നത് നിങ്ങൾക്ക് നല്ല ഫലത്തെ ചെയ്യും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അമാവാസിയിൽ ജനിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും മറ്റു കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുത്തും, അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്താൽ തീർച്ചയായും നിത്യപ്രാർത്ഥനയെ നിങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.